ഹായ് നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് കേട്ടോ. വയനാടല്ല, വയനാടിൻ്റെ ബോർഡർ നീലഗിരിയാണ് ശരിക്ക്. കണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്ത് ഫോറസ്റ്റാണ്. ഇതിന് റോഡ് പോകുന്നുണ്ട്, പിന്നെ ഇപ്പുറത്തേക്ക് ഫോറസ്റ്റ്. ഇവിടെ ആന, പുലി, കരടി മുതലായ സാധനങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ മുതലക്കൊല്ലി ശ്രീ ബാലപരമേശ്വരി ക്ഷേത്രമാണ് ആ കാണുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ പറമ്പ്. ഇത് ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ തോട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ പകലൊക്കെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 6:30 ഇവിടെ ബോർഡറിൽ എത്തുമ്പോൾ, പാട്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ, കോഴിക്കോട് നിന്ന് വരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ആന നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ശ്രദ്ധിച്ച് വരണം, ആ മുറ്റത്ത് ആനണ്ട് മേലേക്ക് കയറി പോകുന്നുണ്ട് പറമ്പിലേക്ക്, അപ്പോൾ ശ്രദ്ധിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേനും ശരിക്കും ആന പോയിട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ എർത്തിൻ്റെ ഗേറ്റൊക്കെയാണ്. നമ്മളവിടെ നിന്നുള്ള പോലെ ഗേറ്റല്ല, എർത്തിൻ്റെ ഗേറ്റാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും പേടിച്ചിട്ടാണ് കേട്ടോ ഇതിലേ പോണത്. ഏത് സമയത്താണ് പുലിയൊക്കെ ചാടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇവിടെ പണ്ട് ഇങ്ങനെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറിയൊരു ഇടവഴിയായിരുന്നു. ഇപ്പോൾ ഇത് റോഡായി, ലെവലൈസർ റോഡായി, ടാറിങ് സെറ്റ് അടിപൊളിയാണ്. കട്ടറുകളൊന്നുമില്ല, നല്ല അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഈ വെക്കേഷനൊക്കെ ആഘോഷിക്കാൻ വരാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ശരിക്കിട്ട് ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നീലഗിരി. കണ്ടോ, അപ്പോഴൊക്കെ നല്ല രസമുള്ള വ്യൂസാണ് കേട്ടോ. എന്ത് ഭംഗിയാണ്, പ്രകൃതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇത് ശരിക്കും നല്ല ഫോറസ്റ്റ്, ഭയങ്കര മുതുമല ടൈഗർ റിസർവാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും. ഇതിനുള്ളിൽ ഇവിടെ തന്നെ എവിടെയോ ഉണ്ട് ആന. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് കയറി പോയിട്ടുള്ളൂ ആനാന്നാണ് പറഞ്ഞത്. ആന ഇവിടെ പിണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചാൽ. അപ്പോൾ കയറി ആൾ ഫോറസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെ ഇട്ട പിണ്ടാണ് കേട്ടോ, വെയിൽ കാരണം ഇങ്ങനെ ഉണങ്ങിയതാണ് കേട്ടോ. ഇതിലിപ്പോൾ ആളിങ്ങനെ കയറി പോയതാണ് കേട്ടോ. ഇതിലിങ്ങനെ കയറിപ്പോയ അടയാളാണ്. ഇതാണ് കേട്ടോ പിണ്ട കേട്ടോ. ഇത് കയറിപ്പോയത് നല്ല മണമുണ്ട്. ആൾ എവിടെയെങ്കിലും ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചക്കേൻ്റെ മാങ്ങേൻ്റെ ഒക്കെ സീസണാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വലുതായിട്ടൊന്നും ഇപ്പോൾ കഴിക്കാനുണ്ടാവില്ല, വെയിൽ കാരണം. ഇവിടെയൊക്കെ ഇത് നമ്മളെ മാമൻ്റെ സ്ഥലം കേട്ടോ. കണ്ടില്ലേ, കുന്നുകളാണ്, അക്കരക്കുന്നെന്ന് പറയും കേട്ടോ. ഒരു ഹെൽത്ത് സെൻ്ററാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ.